എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലെ ജനതകളുടെ പട്ടിക ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിച്ചത്. 10-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ 3 മക്കളായ ശേം, ഹാം, യാഫെത്ത് എന്നിവരിലൂടെ ലോകത്തിലെ ജനവിഭാഗങ്ങൾ എങ്ങനെയാണ് ഉരുവായി പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് ഒരു വലിയ ജനസംഖ്യയായി തീർന്നത്, അല്ലെങ്കിൽ പല തരത്തിലുള്ള, അല്ലെങ്കിൽ പല ഇടങ്ങളിൽ പല രാജ്യങ്ങളായി ഭാഷകളായൊക്കെ അവരെങ്ങനെ തിരിഞ്ഞു എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ആമുഖം നമുക്ക് കാണാം. നോഹയ്ക്ക് 3 ആൺമക്കളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ശേം, ഹാം, യാഫെത്ത്. അതിൻ്റെ ഓർഡർ ഓഫ് മെൻഷനിൽ നിന്ന്, ക്രമത്തിൽ നിന്ന്, പേരുകൾ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശേം ആണ് മൂത്ത മകൻ എന്നാണ്. ശേം, ഹാം, യാഫെത്ത്. ആ ഓർഡറിലാണ് 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലും 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും. അപ്പോൾ ശേം, ഹാം, യാഫെത്ത് ഈ ഓർഡറാണ്. എന്നാൽ ഈ വംശാവലി താഴേക്ക് വിവരിക്കുമ്പോൾ യാഫെത്തിൻ്റെ വംശാവലിയാണ് ആദ്യം പറയുന്നത്, പിന്നീട് ഹാമിൻ്റെ വംശാവലി, അവസാനമാണ് ശേമിൻ്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഓർഡർ ചേഞ്ച് വന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ ദൈവരാജ്യം എന്ന പരിപാടി ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നത് നോഹയുടെ മൂത്ത മകനായ ശേമിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാഫത്തിൻ്റെയും ഹാമിൻ്റെയും വംശപരമ്പര പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ശേമിൽ നിന്നും ശേമിൻ്റെ സന്തതികളിൽ നിന്നും ദൈവരാജ്യ പരിപാടി മുന്നോട്ട് പോകുന്നത്, അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് തുടർന്ന് ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യാഫെത്തിൻ്റെ വംശ പരമ്പരയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യാഫെത്തിൻ്റെ സന്തതികൾ ആരൊക്കെയാണ്? ഇവിടെ 7 ആൺമക്കളുടെ വിവരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യാഫെത്തിന് ആൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെൺമക്കൾ ഉണ്ടായിരുന്നില്ല എന്നല്ല. ബൈബിളിലെ ചരിത്ര രചനയുടെ ഒരു രീതി അനുസരിച്ച് മിക്കവാറും ആൺമക്കളുടെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. കാരണം അവരിലൂടെയാണ് സന്തതി പരമ്പരകൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം പെൺമക്കളുടെ വിവരങ്ങൾ, പേരുകൾ ഒഴിവാക്കിയത്. എന്തായാലും യാഫെത്തിൻ്റെ 7 മക്കളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ 7 മക്കളുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും ആ 7 മക്കളുടെ പിന്നീടുള്ള മക്കൾ, അവരിൽ നിന്ന് ഉത്ഭവിച്ച മക്കളിൽ എല്ലാവരുടെയും വിശദാംശങ്ങൾ പറയുന്നില്ല. അതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ചരിത്ര രചന അവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്നത്തെ ജനവിഭാഗങ്ങൾ, എവിടെയൊക്കെയാണ് ഈ ജനതകൾ താമസിച്ചത്, ഏതൊക്കെ ജനവിഭാഗങ്ങളാണ് ഇവരിൽ നിന്ന് ഉത്ഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 10-ന്റെ 2-ൽ ആദ്യമായി പറയുന്നത് ഗോമർ എന്ന പേരാണ്. ഗോമർ എന്ന ആ മകൻ, അവരിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളെക്കുറിച്ച് പറയുമ്പോൾ പുരാതന ചരിത്രകാരന്മാരും അതുപോലെ പുരാവസ്തു ഗവേഷകരൊക്കെ പറയുന്നത് സിമ്മേറിയൻസ് എന്ന ജനവിഭാഗത്തിൻ്റെ പിതാവാണ് ഗോമർ എന്നാണ്. ജോസീഫസ് ഗലാത്യക്കാർ ഈ ഗോമറിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് പറയാറുണ്ട്. പുരാതന കിഴക്കൻ ഇറാൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ ആയിരുന്നു ഈ സിമ്മേറിയൻസ് എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ അസീറിയക്കാർ ഇവരെ ഗിമിറായി എന്ന് പറഞ്ഞിരുന്നു എന്ന് നമുക്ക് രേഖകളിൽ കാണാം. ഇന്നത്തെ പടിഞ്ഞാറൻ റഷ്യ, ആ പ്രദേശത്തായിരിക്കാം ഈ ഗോമറിൻ്റെ സന്തതികൾ വന്ന് സെറ്റിൽ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. ഈ ഉൽപ്പത്തി 10-ന്റെ 2-ൽ കൂടാതെ ഇവരെക്കുറിച്ച് 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അതുപോലെ യഹസ്കീലിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ ഗോമറിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് 3-ാമത്തെ വാക്യത്തിൽ ഈ ഗോമറിൻ്റെ 3 മക്കളുടെ പേര് കാണാം: അസ്കനാസ്, രീഫത്ത്, തോഗർമ. അതിൽ അസ്കനാസ് കരിങ്കടലിൻ്റെയും കാസ്പിയൻ കടലിൻ്റെയും വടക്ക് ഭാഗത്ത് താമസം ആരംഭിച്ച ജനവിഭാഗമാണ് എന്ന് കാണാം. 1 ദിനവൃത്താന്തം 1-ന്റെ 6-ൽ, അതുപോലെ ഇരമ്യാവ് 51-ന്റെ 27-ലൊക്കെ ഈ അസ്കനാസിനെ കുറിച്ച് കാണാം. ക്യൂണിഫോം രേഖകളിൽ, പുരാതനമായ ക്യൂണിഫോം രേഖകളിൽ അഷ്ഗുസ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ച് പറയുന്നു. ആ ജനവിഭാഗം ഈ അസ്കനാസ് ജനവിഭാഗവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പുരാവസ്തു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പേരാണ് സ്കിത്യർ എന്ന് പറയും, സ്കിത്യ ജനത. ഗോമറിൻ്റെ രണ്ടാമത്തെ മകൻ രീഫത്ത്, ഇവരുടെ സ്ഥാനം കൃത്യമായിട്ട് നമുക്ക് ഇന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരുപക്ഷെ ആധുനിക റഷ്യയിൽ ഈ ജനവിഭാഗം ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പൊതുവിൽ അതിനെക്കുറിച്ച് കരുതപ്പെടുന്നത്. ഗോമറിൻ്റെ മൂന്നാമത്തെ മകനായ തോഗർമയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ അർമേനിയയുടെ വടക്കും അതുപോലെ പടിഞ്ഞാറുമായി കുടിയേറി പാർത്ത ജനവിഭാഗമാണ് ഈ തോഗർമയും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളും. 1 ദിനവൃത്താന്തം 1:6, അതുപോലെ എഹെസ്കിയൽ 27:14, 38:6 ഒക്കെ ഇവരെക്കുറിച്ച് കാണാം. കാർക്കമിഷന് സമീപത്തു നിന്ന് ലഭിച്ച ക്യൂണിഫോം ടാബ്ലറ്റുകളിൽ ഇവരെ തെഗാരമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഈ തോഗർമയെക്കുറിച്ചാണ് എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് നോഹയുടെ 3 മക്കളിൽ ഇളയവനായ യാഫത്തിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് ആണ് പഠിക്കാനായിട്ട് ആരംഭിച്ചത്. അതിൽ തന്നെ യാഫത്തിൻ്റെ 7 മക്കളുടെ പേരുകൾ, അതുപോലെ അതിൽ ഗോമറിൻ്റെ 3 മക്കളുടെ പേരുകൾ, അവരെവിടേക്കായിരിക്കാം കുടിയേറി പാർത്തത്, ഏതൊക്കെ പ്രദേശങ്ങളിലുള്ള ജനവിഭാഗങ്ങളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് നമ്മൾ കണ്ടത്. ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.